ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിൻസി ജോൺസൺ. റിൻസിസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, കൊക്കോക്ക. ഈ കൊക്കോ കർഷകർ എല്ലാവരും ഇപ്പം വമ്പൻ എന്താ പറയാ ലാഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൈവം അവർക്ക് ഈ കൊക്കോയിലൂടെ ഒരു അനുഗ്രഹം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എന്താ ഈ ഒരു കായ്ക്ക് 50 രൂപ വിലയുണ്ട് കേട്ടോ. ഒരു കിൻഡൽ കൊക്കോ ഉണ്ടെങ്കിൽ ഇന്ന് 1 ലക്ഷം രൂപ ഉണ്ടാക്കാം. അതിലൂടെ അടുത്തുകൊണ്ടിരിക്കുന്നു, അത്ര വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയണം. കൊക്കോ ഉള്ളവരൊക്കെ ഇതിന്റെ ബാക്കി വിവരങ്ങളൊക്കെ നിറഞ്ഞു. ഇതെവിടെ, എങ്ങനെ പ്രോസസ്സിങ് പരിപാടികൾ, ഇതെവിടെ മാർക്കറ്റ് ചെയ്യുന്നു, ഇതെല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പൊ നമസ്കാരം, പേരൊന്ന് പറയുമോ? കൊക്കോ കർഷകരൊക്കെ ഇപ്പൊ ലോട്ടറി അടിച്ച പോലെയൊക്കെയാ അല്ലെ? ഒരു ചെറിയ സന്തോഷമൊക്കെ കൊക്കോ കർഷകർക്കുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ കുറെ ഉണ്ടോ? ഇവിടെ ഒരു 4 ഏക്കറോളാണ് ഇതുള്ളത്. മുഴുവനും കൊക്കോയാണ്? അല്ലല്ല, കൊക്കോ കുറവായി പോയി എന്നുള്ള സങ്കടമുള്ളൂ ഇപ്പൊ അല്ലേ. അപ്പൊ ഇത് എങ്ങനെയാ ഇതിന് പ്രത്യേകിച്ച് നടിയിലെ വളങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, കാഡ്ബറിയുടെ നമുക്ക് തൈകള് സബ്സിഡി നിരക്കിൽ അവരൊരു തരുന്നുണ്ട്. അപ്പൊ ആ തൈ നമ്മൾ മേടിച്ചു കൊണ്ടുവന്ന് വെക്കുക. നന്നായിട്ട് നോക്കി എടുക്കുന്ന ആൾക്ക് 18ാമത്തെ മാസം പൂവിട്ട് കിട്ടും. എന്തായാലും ഒരു 4 വർഷത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് ഉൽപാദനക്ഷമതയിലെത്തുന്ന, എത്രയും പെട്ടെന്ന് എത്തുന്ന വേറെ കൃഷി ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. കൊക്കോ തന്നെ. മറ്റു റബ്ബറൊക്കെ ആണെങ്കിലും 7-8 വർഷം, തെങ്ങാണേലും 8-10 വർഷമൊക്കെ എടുക്കില്ല. ഇത് 4 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് പൂർണ്ണമായി കായിലാവും നല്ലോണം സംരക്ഷിച്ചു കഴിഞ്ഞാൽ. അതെ അല്ലേ. പിന്നെ തെങ്ങ്, കവുങ്ങ് അങ്ങനെയുള്ള ഇടവിളയായിട്ട് ചെയ്താൽ മതി. പ്രത്യേകമായിട്ട് അതിനായിട്ട് സ്ഥലം നമ്മൾ കണ്ടെത്തണ്ട. തെങ്ങ് കൃഷിയുള്ളവർക്ക് ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാവുന്ന, ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് കൊക്കോ. അതിൽ തെങ്ങ് കൃഷിക്ക് ഒരു വർഷത്തെ കാട് വെട്ടുന്ന പണം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10-12,000 രൂപ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വർഷത്തേക്ക് വേണ്ടി വരും. തേങ്ങയ്ക്ക് തീരെ വിലയില്ല. ഉൽപാദനക്ഷമത കഴിഞ്ഞിട്ട് ചിലർക്കും കാട് വെട്ടുന്ന പൈസ കഴിഞ്ഞാൽ തെങ്ങ് തോട്ടക്കാർക്ക് ഒന്നും കിട്ടാനില്ല. അതേസമയം കൊക്കോ ഇടവിളയായിട്ട് കൃഷി ചെയ്യുവാണെങ്കിൽ നല്ലൊരു വരുമാനം കൊക്കോയിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ തെങ്ങിന്റെ 3 ഇരട്ടി വരുമാനം കിട്ടുന്ന അവസ്ഥയിലാണ് കൊക്കോയുടെ വില മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ സാധനം തീരെ ഉൽപാദനം കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ വില അതുപോലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർഷകർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവരെന്ത് ചെയ്യുന്നറിയോ, ഉള്ളത് വെട്ടിക്കളയും. പിന്നെ എന്ത് ചെയ്യും, വില കൂടുതൽ കാണുമ്പോൾ വീണ്ടും വെക്കും. അപ്പൊ അത് ഉൽപാദനമായി വരണമെങ്കിൽ 4 വർഷം 5 വർഷം, അപ്പൊ മാർക്കറ്റിൽ കുറയും. അതാണ് നമ്മുടെ കർഷകർക്ക് ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് ചെയ്യുന്ന പ്രോസസ്സിങ് എങ്ങനെയൊക്കെയാണ്? ഇത് കൊക്കോക്കായി കൊക്കോ കൃഷിയുണ്ട്, സംസ്കരണമുണ്ട്. ലൈനിൽ കൊക്കോ വാങ്ങി കൃഷിക്കാരിൽ നിന്ന് വാങ്ങി സംസ്കരിച്ച് കമ്പനിക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വന്തം കുറെ കൃഷിയുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പ്രോസസ്സിങ് ചെയ്യൽ തന്നെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ പണി. അപ്പൊ ഇവര് കർഷകരെ എത്ര രൂപയ്ക്ക് നമ്മൾ വാങ്ങുക? ഇപ്പൊ നമ്മൾ 190 രൂപ 1 കിലോ പച്ച ബീൻസിന് 190 രൂപ വരെ വില കൊടുത്താണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണങ്ങിയ ബീൻസിന് 230 രൂപ വരെ മാക്സിമം വില വന്നിട്ടുണ്ട്. അതേസമയം ഇപ്പൊ 1 കിലോ പച്ചക്കറി വാങ്ങുന്നത് 190 രൂപയ്ക്കാണ് വില. ഇനിയും മുന്നോട്ട് തന്നെ കയറുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത്രേ ഒരു വർഷം കൊണ്ട് അത്രയും വലിയ മാറ്റം വന്നു. ഡ്രൈ കൊക്കോ ഏതാണ്ട് ഒരു 1000 രൂപയുടെ അടുത്ത് എത്തുന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇപ്പൊ ഏതാണ്ട് ഒരു 750 രൂപയോളം വില എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും 1 കിൻഡൽ ഉണ്ടെങ്കിൽ 1 ലക്ഷത്തിലേക്ക് അടുക്കുന്നു അല്ലേ? പ്രതീക്ഷയുണ്ട്. നല്ല പ്രതീക്ഷ. അപ്പൊ എന്തായാലും നന്നായി. ഇനിയിപ്പൊ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ അത് എന്തൊക്കെയാ ചെയ്യാ? ഇവിടെ പച്ചയായിട്ട് നമുക്ക് ബീൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉണങ്ങണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? അത് പെർമനന്റ് ചെയ്യും. പെർമെന്റേഷൻ ചെയ്തിട്ട് ഒരു 5 ദിവസത്തെ പെർമെന്റേഷൻ ഉണ്ട്. പെർമെന്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അതെങ്ങനെയാ, ബാരലിൽ ഇടുവാണോ? അല്ല, ബാരലിലാണ് നമ്മൾ കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ അതിനായിട്ട് പ്രത്യേക സംവിധാനം വേണമെന്നാണ്. നമ്മൾ ഗ്രീൻ നെറ്റ് കൊണ്ടുള്ള പ്രത്യേക ഒരു ചെയ്തിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് മറിച്ചിടുക. അപ്പൊ പെട്ടെന്ന് വെള്ളം ഗ്രീൻ നെറ്റിലായതുകൊണ്ട് പെട്ടെന്ന് പോകും. അപ്പൊ അതിനുശേഷം അത് 2-3 പ്രാവശ്യം മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് പുളിപ്പ് കറക്റ്റ് ആയിരിക്കും. നമുക്കറിയാം അത് ഓരോ സമയത്തും ചിലപ്പോ 3 ദിവസം മതിയായിരിക്കും, ചിലപ്പോ 5 ദിവസം. പുളിപ്പിക്കണം. അതിന് പുളിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണോ? ഇല്ല, നമ്മളിപ്പോ ചെയ്യുന്നത് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇതാണ് ചെയ്യുന്നത്. വെറുതെ ഇട്ടാൽ മതി. കമ്പനികളൊക്കെ ചെയ്യുന്നത് വലിയ മരം കൊണ്ട് വലിയ തട്ടടിച്ച് അതില് അതിനായിട്ട് തന്നെ പെർമനന്ററി എന്ന് പറഞ്ഞ ഒരു സ്ഥലം തന്നെ അവരുണ്ട്, കാഡ്ബറി പോലുള്ള കമ്പനികൾ. പക്ഷെ നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ കൂടുതൽ വ്യവസായമായിട്ട് ചെയ്യുന്ന ചെറിയ രീതിയിൽ
ഇപ്പൊ പ്രശ്നമില്ല. നമ്മുടെ പുളിപ്പീര് ഏതാണ്ട് കറക്റ്റ് ഒക്കെയാണ്. കമ്പനികൾക്കൊന്നും പ്രശ്നമില്ല, വാങ്ങുന്നവരാരും നമ്മളോട് പരാതി പറയാറില്ല. എന്നിട്ട് അത് നമ്മൾ നേരെ ഒരു 5 ദിവസം കഴിയുമ്പോൾ വെയിലത്തിടുക. വെയിലത്തിടുന്നു. ഒരു 6 ദിവസം 7 ദിവസം വെയിൽ പോലെ. വെയിൽ നല്ല വെയിലുണ്ടെങ്കിൽ 5 ദിവസം കൊണ്ട് നമുക്ക് ഉണങ്ങി വരാൻ കഴിയും. പിന്നെ നമ്മളത് കമ്പനികൾക്ക് കൊടുക്കും. ഇവിടെ വന്ന് വാങ്ങിച്ചോണ്ട് പോകും. ഇവിടെ വന്നെടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഇടുക്കിയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. കാരണം അവിടെ ഇടുക്കി പ്രദേശങ്ങളിൽ പ്രൈവറ്റ് കമ്പനികൾ വേറെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കാഡ്ബറി മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പ്രോസസ്സിങ്, ഇവിടെ സംസ്കരിക്കാൻ. മറ്റേ ഇടുക്കിയിൽ പുറത്താണെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾ, വേറെ പുതിയ കമ്പനികൾ ഒത്തിരി ഉണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആവശ്യങ്ങൾ പെട്ടെന്ന് കൂടിയത്. പുതിയ കമ്പനികൾ വന്നു, അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു സാധാരണ ഒരു കർഷകൻ ചിലപ്പോ എങ്ങാനും തോന്നിയെങ്കിലും 1 ഏക്കറിൽ നിന്ന് വെക്കാൻ, അപ്പൊ എത്ര തൈകൾ വെക്കാം? 1 ഏക്കറിൽ കൊക്കോ തന്നെയായിട്ട് വെക്കാൻ പാടില്ല. ശരിക്കും കൊക്കോയ്ക്ക് ചെറിയ ഒരു തണല് വേണം. ഒരു 40% ഷെയ്ഡ് ആഗ്രഹിക്കുന്ന ചെടിയാണ്. കൂടുതൽ വെയിലടിച്ചാൽ ഉൽപാദനം കുറയും. തെങ്ങിൻ തോട്ടങ്ങളിൽ ഏതാണ്ട് ഒരു 300 ചെടി വെക്കാൻ കഴിയും 1 ഏക്കറിൽ. തനിവിളയായിട്ടാണെങ്കിൽ 400 ചെടിയാണ്. 10 അടി അകലത്തിൽ 400 അടി ചെടി വെക്കാം. ഏകദേശം നല്ല കൃഷിക്കാര്, നല്ല ശരിക്കും സംരക്ഷിച്ചെടുക്കുന്ന കൃഷിക്കാരെ സംബന്ധിച്ചോളം ഒരു മരത്തിൽ നിന്ന് ഒരു 10 കിലോ പച്ചപ്പരിപ്പ് ഉറപ്പായിട്ടും കിട്ടും. അതെ അല്ലേ? അത് ഏറ്റവും കുറഞ്ഞ കണക്കാണ്. പിന്നെ അതിന്റെ സംരക്ഷണം പോലെ മഴക്കാലം ആകുമ്പോൾ മഹാളി പോലെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മരുന്നടിച്ചു കൊടുക്കും. അതിന് കറക്റ്റായിട്ട് മരുന്നടിക്കുക. എന്ത് ചെയ്താലും അത് ലാഭത്തിൽ പോകുന്ന ഒരു കൃഷിയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പൊ ഇത് നമ്മൾ പറിക്കുന്നത്, ഇത് വിളവ് എത്ര? ഇത് മഞ്ഞ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പറിക്കാം. പറിക്കാം. ശരിക്കും പഴുത്തിട്ട് പറിക്കുന്നതാണ് അതിന്റെ ശരിക്കുള്ള, നമുക്ക് ഉണങ്ങിയാൽ ശതമാനം കിട്ടുക. അതെ അല്ലേ? പച്ച പഴുത്ത് വരുന്നതേ പറിച്ചു കഴിഞ്ഞാൽ ഉണക്കിന് ശതമാനം കുറവുണ്ട്. അതെ അല്ലേ? അതിന്റെ പ്രൂണിംഗ് ആണ് അതിന്റെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇതെല്ലാരും പ്രൂണിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ കൊക്കോ മരം പൂക്കാൻ തുടങ്ങുന്ന സമയത്താണ് പോയി വെട്ടാൻ തുടങ്ങുന്നത്. ഇത് ഏത് മാസത്തിൽ ചെയ്യണം? ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ. അതായത് നല്ല മഴക്കാലം, ഏറ്റവും നല്ല മഴക്കാലം കഴിഞ്ഞിട്ട് ആ ഇടവപ്പാതിയും കൂടെ കഴിഞ്ഞു കഴിയുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് മരം ഓപ്പൺ വെട്ടെന്ന് പറയും. ശരിക്കും തുറന്നു വെട്ടണം. സൂര്യപ്രകാശം അതൊന്നും മഴയില്ലല്ലോ, മഴക്കാലം ആയതുകൊണ്ട് സൂര്യപ്രകാശം കുറവായിരിക്കും. ആ സമയത്ത് നന്നായിട്ട് വെട്ടി നിർത്തി കഴിഞ്ഞാൽ പുതിയ ശിഖരങ്ങൾ അതിനുശേഷം ഉണ്ടായി ആ മരം നല്ല ഒരു കരുത്തിലേക്ക് വരുമ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല നിറച്ച് കായ ഉണ്ടാവും. അപ്പൊ ഏതാണ്ട് നേരത്തെ കപാത്തി ചെയ്താൽ നേരത്തെ പൂവും കായും ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് മരത്തിലെ കാ നമുക്ക് പറിച്ചു തരും. അപ്പൊ പിന്നെ അതിന്റെ വെച്ചാൽ മഹാളി പോലെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കുറയും. ഇതെല്ലാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ആ സമയത്ത് പ്രൂണിങ് കറക്റ്റ് അല്ല ആൾക്കാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാകുമ്പോഴത്തേക്കാണ് സീസണായി വരുന്നത്. സീസൺ താമസിച്ചു പോവാണ്. പിന്നെ നനയ്ക്കാനൊക്കെ സൗകര്യമുള്ളവർക്ക് ഒന്നും കൂടെ നേരത്തെ അതനുസരിച്ച് ചെയ്താലോ. അപ്പം പ്രൂണിങ് ഭയങ്കര നിർബന്ധമാണ്. വലിയ ഇതൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ പ്രൂണിങ് എന്ന് പറയുന്നത്. പക്ഷെ ആ സമയമാണ്, ആ ടൈമിലാണെങ്കിൽ നമുക്ക് ഈ വേനൽക്കാലത്ത് കിട്ടും, നല്ല വില വിൽക്കാനും കഴിയും. മഴക്കാലം ആകുമ്പോഴത്തേക്ക് മഹാളി അങ്ങനെ മോശമായി കേട് പിടിച്ച കാ വരുമ്പോഴത്തേക്ക് വിലയും കുറയും. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പൊ ഈ കൊക്കോക്ക ഉള്ളവരൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കാര്യം എന്താന്ന് ചോദിച്ചാല്, ഈ നിങ്ങള് നട്ടിട്ട് പിന്നെ അത് അവിടെ നിർത്തിയിട്ട് അങ്ങ് പോവാതെ അതിന്റെ ഒരു ചെറിയ സംരക്ഷണങ്ങളൊക്കെ ഉണ്ട്. ആ സംരക്ഷണങ്ങളൊക്കെ നടത്തിയാൽ ഈ നിലയിൽ ഇപ്പോഴത്തെ സമയത്ത് നല്ല ലാഭം, ഒരു ആശ്വാസം കർഷകന് കിട്ടാൻ ഉണ്ട്. അപ്പം എല്ലാവരും തെങ്ങ് കൃഷിക്കാർ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം അവരെ സംബന്ധിച്ചാൽ ആ കാട് വെട്ടുന്ന പൈസ തന്നെ ലാഭമാണ്. ആ പൈസ, കാരണം ഈ കൊക്കോയുടെ ഇല നിന്ന് കഴിഞ്ഞപ്പോ ഇവിടെ തന്നെ നോക്കിയറിയാം, നമുക്ക് മറ്റു കാടുകളൊന്നും മുളക്കില്ല. അപ്പൊ തെങ്ങിൻ തോട്ടങ്ങളെ സംബന്ധിച്ചോളം ആ തെങ്ങിൻ തോട്ടം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. പിന്നെ കൊക്കോ നിൽക്കുന്ന തോട്ടങ്ങളിൽ കാ കൂടുതല. എല്ലാരും പറയും ചെടി വെള്ളം മണ്ണിൽ നിന്ന് വളം വലിച്ച് കളയൂന്നാ പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ കരികൽ ഉണങ്ങി വീണ് മണ്ണിനൊരു പുതപ്പും ആവും. അപ്പൊ ചൂട് കൂടുതൽ അടിക്കാത്തതുകൊണ്ട് വേനൽക്കാലങ്ങളിൽ ഒന്നും കൂടെ തെങ്ങിന് നല്ലതായിട്ടാണ് കാണുന്നത്. നമുക്ക് ഞാനിപ്പോ ഇതിങ്ങനെ ഈ പല പ്രദേശങ്ങളിൽ പോയി ഇങ്ങനെ കൊക്കോ എടുക്കുന്ന പണിയുള്ളതുകൊണ്ട് നമുക്കറിയാം തെങ്ങിൻ തോട്ടങ്ങളിൽ കൊക്കോ നിൽക്കുന്ന തോട്ടത്തില് ഉൽപാദനവും അല്ലാത്ത തോട്ടങ്ങളിലെ ഉൽപാദനം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പം ഈ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇതിനും എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാൻ ഞാൻ നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഇത്രയൊക്കെ ഉള്ളു കൊക്കയെ പറ്റി പറയാനല്ലേ? അതെ അതെ, കൂടുതലായിട്ടൊന്നുമില്ല. വളരെ ലഘുവായ ഒരു കൃഷി. പക്ഷെ ആവശ്യം ഭയങ്കരമാണ്. ആവശ്യം ചോക്ലേറ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അത്രയും കൂടിക്കൊണ്ടിരിക്കും. അതെ അതെ അതെ. അപ്പം ഇതൊക്കെ തന്നെയാണ് നിങ്ങളോട് പറയാനുള്ള വിശേഷങ്ങള്. അപ്പം
പുതിയൊരു കാഴ്ചയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.